ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ 50 സെൻറ്റ് സ്ഥലം കൂടി നടപ്പിൽ വരുത്തി അത് പൂർണ്ണമായിട്ടും ഇന്നു തന്നെ പൂർത്തീകരിക്കണം എന്നാണ്. അതിൻ്റെ സമയക്രമം അനുസരിച്ച് ആ കാര്യങ്ങൾ നിർവഹിക്കും. അതിനുവേണ്ടി മാത്രമായി ഒരു നോഡൽ ഓഫീസറെയും IAS നോഡൽ ഓഫീസറെയും അവർക്കാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്ത്യോപചാരം അർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ സംഘടനാ പ്രവർത്തന അനിവാര്യത വന്നിട്ടുള്ള ഒന്നായിരുന്നു. അത് വളരെ നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ തിരക്കുകൾക്കിടയിൽ, വലിയ ഉദ്യോഗസ്ഥ തിരക്കുകൾക്കിടയിൽ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് ആശ്വാസം നിറഞ്ഞ കാര്യമാണ്. ഇന്നലെ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ചെറിയ ചില പരിഭവങ്ങളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു വിധത്തിലും ആ പരാതികൾക്കിടയില്ലാത്ത വിധം രാവിലെ ഞാൻ തന്നെ നേരിട്ട് അവിടെ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നോക്കുകയും നിൽക്കുകയും ചെയ്തിരുന്നു. ഒരു പരാതിയുമില്ലാത്ത വിധം ആ കാര്യങ്ങൾ വളരെ ഭദ്രമായി നിർവഹിക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ ഈ പരാതിയൊക്കെ പറയുമ്പോഴും കുറേ ഐറ്റംസ് ബാക്കി വന്നതാണ് നമ്മളെ ഇന്ന് വേദനിപ്പിച്ചൊരു കാര്യം. പലയിടത്തും അതിങ്ങനെ ഡംപ് ചെയ്തിരിക്കുന്ന കാഴ്ചയും കാണാനിടയായി. എന്തായാലും അതൊരു പ്രയാസകരമായ കാര്യമല്ല. കിട്ടാതെ വന്നാലാണ് യഥാർത്ഥത്തിൽ പ്രയാസം ഉണ്ടാവുക. ഒരു വയറും വിശന്നിരിക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത് നല്ലതുപോലെ നോക്കി കൃത്യമായി വിതരണം ചെയ്തു. ഇന്നലെ പറഞ്ഞതുപോലെ ഒരാളെയും തടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ല. സന്നദ്ധ പ്രവർത്തകർക്കെല്ലാം ഒരുപോലെ ഇതിൽ പങ്കാളിയാകാൻ അവസരം കൊടുത്തു. ഇന്ന് നമുക്ക് 6 ബോഡികളാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. 5 എണ്ണം വയനാട് മേഖലയിൽ നിന്നും, 1 എണ്ണം നിലമ്പൂരിൽ നിന്നും. വയനാടിൻ്റെ മേഖല പ്രധാനമായിട്ടും ഡൗൺ സ്ട്രീമാണ്. അതിൽ 176 മൃതശരീരങ്ങൾ ഇതിനകം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നേരത്തെ പറഞ്ഞ കണക്കുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സാധാരണ നിലയിൽ നാളത്തെ തെരച്ചിലിനൊരു പ്രധാന കേന്ദ്രീകരണം വരുന്ന ഒരു പ്രദേശം മീൻമുട്ടി, പോത്തുകല്ല് തുടങ്ങിയ സ്ഥലങ്ങളാണ്. അതായത് നമ്മുടെ ഡൗൺ സ്ട്രീം മുതൽ പോത്തുകല്ല് വരെ നീണ്ടു കിടക്കുന്ന ചാലിയാറിൻ്റെ ഇരുകരകളിലുമായി ആകാവുന്ന വിധത്തിൽ പോലീസും അതിൻ്റെ ഫയർഫോഴ്സും നാട്ടുകാരും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ചില മേഖലകളിൽ നമുക്ക് പൂർണ്ണമായിട്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ മേഖലകളിൽ കൂടി കടന്നു ചെന്നുകൊണ്ടുള്ള ഒരു ആഴത്തിലേറിയ അന്വേഷണം വേണ്ടിവരും എന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് വരെ നടത്തേണ്ട തെരച്ചിലിനെ സംബന്ധിച്ച് ഒരു പൊതുരൂപം നമ്മൾ ഉണ്ടാക്കുകയാണ്. ചൂരൽമല ടൗൺ മുതൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശം വരെ സമഗ്രമായിട്ടുള്ളൊരു പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ 2 ടീമുകളായി തിരിഞ്ഞ് പുഴയുടെ ഇരുവശവും ഡോഗ് സ്ക്വാഡിൻ്റെ സഹായത്തോടു കൂടി ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഇന്നലെ മുപ്പനാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രദേശത്താണ് നമുക്ക് ആ മേഖലയിൽ ഒരു ബോഡി കണ്ടുകിട്ടിയത്. അതിൻ്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ വീണ്ടും ഒരു ബോഡി കൂടി കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ 2 ടീമുകളായി പുഴയുടെ ഇരുവശവും ഡോഗ് ടീമിൻ്റെ കൂടി സഹായത്തോടെ, സ്ക്വാഡിൻ്റെ കൂടി സഹായത്തോടെ പരിശോധന നടത്തേണ്ടതുണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് ഏലവയൽ ഭാഗത്തിലൂടെ വഴിയാണ് നമുക്കിതിനു വേണ്ടി ആളുകൾക്ക് ഇപ്പോൾ കടക്കാനുള്ള വഴിയുള്ളൂ. അത് ഉപയോഗിക്കേണ്ടി വരും. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ 2 വെള്ളച്ചാട്ടങ്ങൾ കൂടിയുണ്ട്. ഇവയുടെ ഇരുവശങ്ങളും പരിശോധന നടത്തണമെങ്കിൽ ഒരു വിദഗ്ധ സംഘം, അതായത് ക്ലൈംബിങ്ങിനുള്ള ടീം ഉൾപ്പെടെ ഒരു വിദഗ്ധ സംഘം നമുക്ക് ആവശ്യമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അക്കാര്യത്തിൽ, DFO തന്നെ അക്കാര്യത്തിൽ ഒരു ശ്രദ്ധേയമായ സൗകര്യമൊരുക്കാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുന്നുണ്ട്. തെരച്ചിൽ സംഘത്തിനോടൊപ്പം നമുക്ക് കാട് വെട്ടി തെളിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകൾ കൊണ്ടുവരേണ്ടി വരും. ഇന്നത്തെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് ബോഡി കിട്ടിയാൽ എയർ ലിഫ്റ്റിംഗ് അല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടാകില്ല. വൈകുന്നേരത്തോടുകൂടി മലപ്പുറം ജില്ലയിൽ എത്തിച്ചേർന്നാൽ അവിടെ നിന്ന് പ്രത്യേക വാഹനം അറേഞ്ച് ചെയ്ത് ഈ വഴിക്ക് നമുക്ക് പോകേണ്ടി വരും. പോത്തുകല്ല് പഞ്ചായത്തിലെ മുണ്ടേരി ഫാമിൻ്റെ പരിസരത്തുള്ള ഇരുട്ടുകുറ്റി നഗറിൻ്റെ അടുത്തുവരെ വാഹനങ്ങളിൽ പോയാൽ എത്തിച്ചേരാൻ കഴിയും. അതിനെ തുടർന്ന് ഈ പ്രദേശത്തെ 2 ഭാഗങ്ങളും ഡോഗ് സ്ക്വാഡിൻ്റെ ഉൾപ്പെടെ സാന്നിധ്യത്തോടു കൂടി പരിശോധിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം കൂടി നമുക്കിന്ന് നിർവഹിക്കാനുണ്ട്. കടാവർ ഡോഗ്സ്
എണ്ണം കൂട്ടാൻ മറ്റ് സ്റ്റേറ്റുകളോട് കൂടിയുള്ള അഭ്യർത്ഥന നമ്മൾ വീണ്ടും തുടരുകയാണ്. ഇന്ന് ലഭ്യമായ 4 നല്ലതുപോലെ പ്രയോജനപ്പെടുത്താൻ നമുക്കായിട്ടുണ്ട്. അതുൾപ്പെടെ കടാവർ ഡോഗ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള ശ്രമവും നമ്മളിപ്പോൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുൾപ്പെടെ 2391 ആളുകൾക്ക് കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട്. കൗൺസിലിങ്ങിൻ്റെ അനുഭവങ്ങൾ അവരുമായി ഞങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ തന്നെ PWD ഒരു പ്രത്യേക SOP തയ്യാറാക്കിക്കൊണ്ട് നഷ്ടപരിഹാരം അളക്കാനും അതോടൊപ്പം തന്നെ തകർന്നു വീണു എന്നാൽ വീണില്ല എന്ന് തുടങ്ങുന്ന കെട്ടിടങ്ങൾ, അപകടാവസ്ഥയിലായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ കഴിയേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാനും ഉൾപ്പെടെ അവിടെ വളരെ പ്രധാനപ്പെട്ട വിധിയിൽ വിദഗ്ധാംഗങ്ങളുമായിട്ടുള്ള ഒരു പരിശോധന അവിടെ നടത്താൻ ഇടവരുത്തും എന്നുള്ള കാര്യവും ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. നമുക്ക് മൊബൈൽ ഫോണുകൾ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടവർ മുഖാന്തരം നമുക്ക് തുടർച്ചയായി പലരുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് മിംസ് ആശുപത്രിയിൽ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുതിയ മൊബൈൽ ഫോണുകളും കണക്ഷനും നമ്മൾ നൽകി കഴിഞ്ഞു. നാളെ രാവിലെ മുതൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള 15 ക്യാമ്പുകളിലും മൊബൈൽ ഫോൺ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ കളക്ട്രേറ്റിൽ തീരുമാനിച്ച ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മുഴുവൻ ക്യാമ്പുകളും സന്ദർശിച്ച് ആളുകളുടെ മൊബൈൽ നമ്പറുകൾ വീണ്ടും സംഘടിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതും അതിൻ്റെ കാർഡും എന്നാൽ അതോടൊപ്പം ഫോണും ഇങ്ങനെ രണ്ടും കൂടി കൊടുക്കുന്നുണ്ട്. എയർടെല്ലിൻ്റെയും വൊഡാഫോണിൻ്റെയും പ്രതിനിധികൾ പൂർണ്ണമായിട്ടും ഈ സംഘത്തിലുണ്ട്. അതുകൊണ്ട് അത് റീകളക്ട് ചെയ്യാനും വലിയ പ്രയാസം ഉണ്ടാകില്ല. റിലയൻസും അവരുടെ നഷ്ടപ്പെട്ട നമ്പറുകൾ തിരിച്ചു കൊടുക്കാനും ഫോൺ കൊടുക്കാനും തയ്യാറാണ് എന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.